ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഓയിലി സ്കിൻകാർക്കുള്ളതാണ്. എക്സസ് ഓയിൽ വരുമ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ എക്സസ് ഓയിലൊക്കെ ഒന്ന് കവറപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും അത് പറ്റുമോ? എപ്പോഴും നമുക്ക് വീട്ടിൽ മേക്കപ്പ് ഇട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ഒരു സമയത്താണ് നമുക്ക് അത് മേക്കപ്പ് റിമൂവ് ചെയ്യണം. അപ്പോഴും ഈ ഒരു എക്സസ് ഓയിൽ വരുന്ന ഫേസ് ഉണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പുറമേ നിന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണ്ട, നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പോൾസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു എക്സസ് ഓയിൽ വരുന്നത്. അതിലാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. അതും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതും ഹാംഫുൾ ആവാത്ത വിധത്തിലുള്ള പ്രോഡക്റ്റ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് മാമ എർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡാണ്. അങ്ങനെ കുട്ടികൾക്ക് വരെ അവർക്ക് നല്ല നല്ല പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്കും അവരുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എക്സസ് ഓയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 3 റേഞ്ചിൻ്റെ ചാർക്കോൾ പ്രോഡക്റ്റാണ്. ഫേസ് വാഷ്, ഫേസ് സ്ക്രബ് ആൻഡ് ഫേസ് പാക്ക്. ഇനി ഇത് 3 കൂടി മേടിക്കണോ? ഇതിന് ഏതാണ് മേടിക്കേണ്ടത്? എപ്പോഴൊക്കെ യൂസ് ചെയ്യണം? എങ്ങനെ യൂസ് ചെയ്യണം? അങ്ങനെ കുറേ ചോദ്യങ്ങളില്ലേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് വാഷ് വെച്ചിട്ട് തുടങ്ങാം. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് പമ്പിങ് ബോട്ടിലാണ്. ഇപ്പോൾ ഇത് 250 ml ആണ്. ഇതിൻ്റെ ഒരു ട്യൂബ് ബോട്ടിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ഒരു 100 ml 100ൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു പാക്കിംഗ് ആണ് അത് വരിക. 100 ഗ്രാമിൻ്റെ ആയിരിക്കും. ഇത് വരുന്നത് 250 ml ഒരു പമ്പിങ് ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് 3 എണ്ണത്തിലും ചാർക്കോളാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്, ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഇനി ഇതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് വാഷിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് കോഫിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. കോഫി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എപ്പോഴും ഫേസ് പാക്കിനായാലും ഫേസ് സ്ക്രബിനായാലും എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ സ്ക്രബിനായാലും നമ്മൾ വെറുതെ പഞ്ചസാര ഇട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്താലും അതൊരു നല്ല സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫേസ് പാക്കിലാണെങ്കിൽ ഇത്തിരി തേനൊക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫേസ് വാഷ് ഇതിൽ ഇപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ചാർക്കോളാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ചാർക്കോളുടെ ബെനിഫിറ്റ് എന്താണ് നമ്മുടെ ഫേസിൽ? ചാർക്കോളുടെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വരുന്ന എക്സസ് ഓയിൽ അത് റിമൂവ് ചെയ്യാനും ഡീപ്ലി ക്ലെൻസിങ് ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റാണ് നമുക്ക് ചാർക്കോൾ തരുന്നത്. അത് കൂടാതെ തന്നെ ഡേർട്ടൊക്കെ നന്നായിട്ട് ഡേർട്ട് പോലെ നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിൻ നമുക്ക് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും ചാർക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. കൂടാണ്ട് ഓപ്പൺ പോൾസ് ഒക്കെ ഉണ്ടാവും. ആ ഓപ്പൺ പോൾസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ചാർക്കോളിൽ ഒരുപാട് ഗുണങ്ങൾ. നമ്മുടെ ഫേസിൽ ഡേർട്ട് ഇരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പിമ്പിൾസ് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഇത് ഓയിലി സ്കിൻകാർക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ 3 റേഞ്ച് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഈ 3 റേഞ്ചിലും ഇത് ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളായി. മാമ എർത്ത് ഏകദേശം ഒരു 3-4 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് ഞാനിത് ഇപ്പോൾ മേടിച്ചത് കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മേടിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ നോർമൽ സ്കിന്നാണ്, എൻ്റെ ഓയിലി സ്കിൻ അല്ല. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ കോമന്റ് സെക്ഷനിൽ വന്നിരുന്നു ഓയിലി സ്കിൻകൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക, നമുക്ക് ഏത് ഫേസ് വാഷ് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എൻ്റെ മോൻ്റെ ഓയിലി സ്കിൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ റിസൾട്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ നോർമൽ സ്കിന്നാണ്. നോർമൽ സ്കിൻകാരൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി ഇതിൻ്റെ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊരു പമ്പിങ് ബോട്ടിലാണ് വരുന്നത്. പാരബൻ ആൻഡ് SLS ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ്. പിന്നെ ഇവർ തന്നെ എഴുതിയിട്ടുണ്ട് ഓയിലി സ്കിൻകാർക്കുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസും അതുപോലെ ഡീറ്റെയിൽസ് ഷെൽഫ് ലൈൻ എല്ലാതും ഈ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വായിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. ഇതൊരു പമ്പിങ് ബോട്ടിലാണ്. നമുക്ക് പമ്പ് ചെയ്യുമ്പോൾ ഒരു ലിക്വിഡും അല്ല, വല്ലാണ്ട് റണ്ണിങ് കണ്ടൻസിയും അല്ല, ഒരു നോർമൽ രീതിയിൽ നിൽക്കുന്ന വിധത്തിൽ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒരു ഫേസ് വാഷാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം.
നമ്മൾ സാധാരണ ഫേസ് വാഷൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ആദ്യം മുഖം നനച്ചിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മസാജ് ചെയ്ത ഫേസിലെല്ലായിടത്തും ആ ഒരു എക്സസ് ഓയിൽ നന്നായിട്ട് പോകുന്ന വിധത്തിൽ അപ്ലൈ നമ്മുടെ ഫേസിൽ ഒരു ഡേർട്ട് പോയി എന്നുള്ളൊരു ഫീല് കിട്ടും കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു ഫേസ് നമുക്ക് ഈ ഒരു ഫേസ് വാഷിൽ നിന്നും കിട്ടും. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതാ പിന്നെ കുറച്ചൊക്കെ എൻ്റെ മോനും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം മോൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇത് കഴിയാത്തത്, അല്ലെങ്കിൽ ഇത് ഒരുവിധം കഴിഞ്ഞാണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്ക്രബ്ബ് നമുക്ക് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം? എല്ലാ ദിവസവും യൂസ് ചെയ്യണം? വേണ്ട. ആഴ്ചയിൽ ഇപ്പോൾ ഓയിലി സ്കിൻകാരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം എന്ന് വെച്ചാൽ ഒന്നരാടം വിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമൽ സ്കിൻകാരാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. സ്ക്രബ്ബ് നോർമൽ സ്കിൻകാർ യൂസ് ചെയ്യണോണ്ട് പ്രോബ്ലം ഇല്ല കേട്ടോ. ഫേസ് വാഷ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ചാർക്കോൾ ഫേസ് സ്ക്രബ്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ടുള്ളത് ചാർക്കോൾ ആൻഡ് വാൾനട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ ബി എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഏജിങ് സൈൻ അത് കുറച്ച് നമുക്കിപ്പോൾ ഒരു 50 വയസ്സൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കുറവ് തോന്നിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഏജ് സൈനൊക്കെ ഉണ്ടെങ്കിൽ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വാൾനട്ട് നമുക്ക് ഇതിലല്ലാണ്ട് തന്നെ ഡയറക്റ്റ് കഴിക്കായാലും നമുക്ക് നമ്മുടെ സ്കിന്നിന് ആ ഒരു യൂത്ത്നെസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാർക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ എക്സസ് ഓയിൽ റിമൂവ് ചെയ്യാനും ഡേർട്സ് റിമൂവ് ചെയ്യാനും ഡീപ്ലി ക്ലീൻ ചെയ്യാനും അതിനോടൊപ്പം തന്നെ നമുക്ക് ഏജ് സൈനിങ് മുന്നേ വരുന്നത് അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് നമുക്കിത് യങ് ആയിട്ട് കാണാനായിട്ടാണ് ഈ ഒരു വാൾനട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രബിൻ്റെ അപ്പോൾ ഡീറ്റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്, ഒരു ട്യൂബാണ് വരുന്നത്. ഇനി ഇതിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഡീപ്ലി എക്സ്ഫോലിയേഷൻ. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. നോർമൽ ട്യൂബാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ പാക്ക്ഡ് സീൽഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്രേയിഷ് കളറാണ് കേട്ടോ ഈ ഒരു സ്ക്രബ് വരുന്നത്. ആ ഒരു ചാർക്കോളുടെ കളറ് തന്നെയാണ് വരുന്നത്. ഫേസിൽ സാധാരണ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നനച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് അതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിട്ട് ഓവറോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. വിട്ടിട്ട് ഒരയ്ക്കരുത്. നമ്മുടെ ഫേസ് ആണെന്ന് വിചാരിച്ചിട്ട് ജെൻറ്റൽ ഒരു മസാജ് കൂടി ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ ഇടയിലും അതുപോലെ ലിപ്സിൻ്റെ അവിടെയും എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഗ്രാനുവൽസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ ഒരു ഗ്രാനുവൽസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ ആ ഒരു ഡെഡ് സെൽസ് റിമൂവ് ആയി പോവും. നമ്മുടെ ഫേസ് ആണെന്ന് വിചാരിച്ചിട്ട് ഉറയ്ക്കാട്ടോ. ജെൻറ്റൽ ഒരു മസാജ് ചെയ്യണ്ടോ, 1 മിനിറ്റ് നേരത്തേക്കൊന്നും വേണ്ട, ഒരു ജെൻറ്റൽ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇനി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ഒന്നില്ലെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ പാക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാക്കിനെ കുറിച്ച് പറയാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പാക്കാണ്. ഇനിയിപ്പോൾ പാക്ക് വേണ്ട, നമുക്ക് ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമാണെങ്കിൽ അത് മാത്രമായാലും യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചാർക്കോൾ ഫേസ് പാക്ക്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ചാർക്കോൾ തന്നെയാണ്. സ്കിൻ എക്സ്ഫോലിയേഷന് വേണ്ടിയിട്ട് മാത്രം തന്നെയാണ്. ഒരു ഡബ്ബ പോലെ തന്നെയാണ് ഒരു ബോക്സ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ ലിഡും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ സേഫാണ്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫേസ് പാക്കൊക്കെ ചിലർ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കായിട്ട് അപ്ലൈ ചെയ്യും. അതിൻ്റെ ആവശ്യം തിരിക്കണം. നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യമുള്ള അത്രയും പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്താൽ മതി. കുറേശ്ശെ ഒരു തിൻ ലെയർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് മാത്രമേ ആവശ്യമുള്ളൂ നമ്മുടെ സ്കിന്നിന്. അല്ലാണ്ട് ഓവറായിട്ട് ഇങ്ങനെ വാരി പൊത്തി ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. അതിൽ പ്രൊഡക്റ്റ് കൂടുതൽ പോകുന്നല്ലാണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യണതൊക്കെ സെയിം തന്നെയായിരിക്കും. പുറമെ ഇത്ര കട്ടിയാണെങ്കിൽ അത് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ലൈറ്റ് തിന്നായിട്ടുള്ള ഒരു ലെയർ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സംസാരിക്കേണ്ട, ഫേസ് ചുളിയും. അപ്പോൾ
ഒരു കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം, ഡ്രൈ ആവാന്ന് പറയുമ്പോൾ സാധാരണ ഫേസ് പാക്ക് പോലെ അല്ലാട്ടോ എനിക്കിത് ഫീൽ ചെയ്തത്. ഇതെന്ന് പറയുമ്പോൾ സാധാരണ ഫേസ് പാക്ക് ഒക്കെ പറയുമ്പോൾ 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വലിയുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് നമുക്കങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എപ്പോഴും ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഫീൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു 20-30 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാക്സ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും മറ്റേ ഫേസ് പാക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു ഫേസ് പാക്കിൽ എനിക്കങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാക്സ് വരുന്നില്ല കേട്ടോ. അതന്നെ വലിയൊരു കാര്യം. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഫേസ് കാണുന്നത്. സ്കിന്നൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട്, ഒരു എക്സസ് ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു നമ്മുടെ ഓപ്പൺ പോൾസൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് എടുക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ചാർക്കോൾ റേഞ്ചിലുള്ള മാമാ എർത്തിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഇനി ഇത് എവിടെ കിട്ടും, എത്ര രൂപയാണ് ഇതിൻ്റെ? അപ്പോൾ ഇതിൻ്റെ എത്ര രൂപയാണെന്ന് നമുക്ക് പറയാം. ഇത് വരുന്നത് 250 ml പ്രോഡക്റ്റ്, ഇത് രണ്ടും വരുന്നത് 100 ഗ്രാമിൻ്റെ പ്രോഡക്റ്റാണ്. ഇത് രണ്ടിനും വരുന്നത് 349 റുപ്പീസാണ്. ഇനി ഇതിന് വരാണെങ്കിൽ 499 ആണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇത്രയ്ക്ക് റേറ്റൊക്കെ കൊടുക്കണം ഒരു ആവശ്യമില്ല. കാരണം മാമാ എർത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റും ഉണ്ട്, അവരുടെ സ്വന്തമായിട്ടുള്ള ആപ്പും ഉണ്ട്. ഇത് രണ്ടിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഒഫീഷ്യലായിട്ടുള്ള ആപ്പ് അത് എപ്പോഴും ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ നമുക്ക് എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സെയിൽ നടക്കുകയാണ്, അല്ലെങ്കിൽ ബൈ 1 get 1 ഓഫർ, എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മുന്നേ നമുക്ക് ഈ ഒരു ആപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല, ഇവർ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇത്ര ഓഫേഴ്സ് ഉണ്ട്, ഇത്ര കോഡ് യൂസ് ചെയ്തോ, ഇത്ര ഓഫർ. അത് എങ്ങനെ ഓരോരോ ടൈം അനുസരിച്ചിട്ട് ഓരോരോ ഫെസ്റ്റിവൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. ഈ കോഡ് യൂസ് ചെയ്തോ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ടാവും, ഈ കോഡ് യൂസ് ചെയ്തോ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ എപ്പോഴും 365 ഡേയ്സ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൻ്റെ കൂപ്പൺ കോഡ് വേണമെന്ന് വെച്ചാൽ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് കൂപ്പൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ടും കിട്ടുന്നത്. പക്ഷേ അത് നമുക്ക് ഇവരെ ഒഫീഷ്യലായിട്ടുള്ള ആപ്പും അതുപോലെ തന്നെ വെബ്സൈറ്റിലും മാത്രമേ പറ്റുള്ളൂ. ഇത് കൂടാണ്ട് ഇവർക്ക് നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ ഇതിൽ എല്ലാത്തിലും ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അവിടെയൊക്കെ ആണെങ്കിൽ ഫുൾ MRP പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. ഈ 2 സൈറ്റിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഓൺലൈനിൽ മേടിക്കാൻ പേടിയുണ്ടോ? ഉണ്ടാവും. കുറേ പേർക്കൊക്കെ ഓൺലൈനിൽ മേടിക്കാനും പേടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള സ്റ്റോറിലും മാമാ എർത്തിൻ്റെ സ്റ്റോറുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ ഒക്കെ ഈ മെഡിക്കൽ ഷോപ്പിൽ, ഫാർമസിയിൽ എല്ലായിടത്തും ഇതൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെയും ഈ സെയിം MRP പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഓൺലൈനായാലും ഓഫ്ലൈനിലായാലും ഇത് അവൈലബിൾ ആണ്. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രീ ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ പ്ലാന്റ് ഇനീഷ്യേറ്റീവ് ആണ്. അതന്നെ വലിയൊരു കാര്യം അല്ലേ, നമ്മുടെ പേരിലൊരു ട്രീ ഉണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു ഉപരി എന്ന് പറയുമ്പോൾ ഇവരുടെ പ്ലാസ്റ്റിക്, അത് നല്ല ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. ഇതൊക്കെയാണ് കേട്ടോ മെയിൻ മാമാ എർത്തിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഇവർ ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ പറയാറുണ്ട് മാമാ എർത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ പൊട്ടയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കാണാറുണ്ട് കേട്ടോ. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സ്കിൻ എല്ലാവരും ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ എൻ്റെ സ്കിൻ ആവില്ല നിങ്ങളുടെ സ്കിൻ ആവില്ല മറ്റൊരാളുടെ സ്കിൻ, എല്ലാവരും സ്കിൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് സൂട്ട് ആവണം എന്നില്ല. എല്ലാവരുടെയും ഇപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ ഓയിലി സ്കിൻകാർക്കുള്ളതാണ്. അവർ ഈ ഡ്രൈ സ്കിൻകാർ ഈ ഒരു ചാർക്കോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവർക്കത് പറ്റില്ല. അപ്പോൾ ഓരോരോ സ്കിന്നും ഓരോരോ പ്രൊഡക്റ്റ് അവർ അതിനെ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് മൊത്തം മാമാ എർത്തുകാർ പൊട്ടയാണെന്ന് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ അല്ലേ?
നമ്മുടെ സ്കിൻ ആദ്യം നമ്മൾ കണ്ടെത്തുക, അതിനുള്ള പ്രോഡക്റ്റ് എന്താണ് നമ്മൾ കണ്ടെത്തുക, പിന്നെ മേടിക്കുന്ന സംഭവം നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. കാരണം ഞാനും എൻ്റെ മക്കൾക്കും ഇത് രണ്ടുമാണ് നമ്മൾ എന്ന് വെച്ചാൽ ഇത് രണ്ടും മീൻസ് മാമ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് മാമ എർത്തിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരുടെ ആപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാനൊക്കെ അവർക്ക് അത് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓയിലി സ്കിൻ കാരൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്, ഹൈലി റെക്കമെൻഡഡ്. ഡ്രൈ സ്കിൻ ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോത്തെ വിശേഷം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.